പട്ടായയിലും ബാങ്കോക്കിലുമൊക്കെയുള്ള ഫാഷൻ സ്ട്രീറ്റുകളും മസാജ് സെന്ററുകളും സെക്സ് ടൂറിസവും ഒക്കെ അല്ലാതെ സ്വപ്ന സമാനമായ കുറെ ദ്വീപുകളും ബീച്ചുകളും ഒക്കെ ഉണ്ട് തായ്ലൻഡില്. ആ കൂട്ടത്തില് ഏറ്റവും മനോഹരമായ ദ്വീപ് സമൂഹങ്ങളിലൊന്നായ ഫാങ് നാ ബേയിലേക്ക് ഞങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വീഡിയോ ആണ് ഇത്. കിലോമീറ്ററുകളോളം നീണ്ടുകിടക്കുന്ന കണ്ടൽ കാടുകളും വ്യത്യസ്തമായ രൂപങ്ങളിലുള്ള ചുണ്ണാമ്പ് മലനിരകളും കടൽ ഗുഹകളും ഒക്കെയായി ഒരു ഹോളിവുഡ് സിനിമയുടെ അന്തരീക്ഷമാണ് നമുക്ക് ഈ യാത്ര നൽകുന്നത്. ആൻഡമാൻ കടലിടുക്കിൽ തെക്കൻ തായ്ലൻഡിനും ഫുക്കറ്റിനുമിടയിൽ 400 സ്ക്വയർ കിലോമീറ്ററിൽ പരന്നു കിടക്കുന്ന 50ഓളം ചെറു ദ്വീപുകളുടെ ഒരു കൂട്ടമാണ് ഫാങ് നാ ബേ എന്ന ഈ ഒരു പ്രദേശം. ഇവയിൽ തന്നെ 5-6 ദ്വീപുകളിൽ മാത്രമാണ് ടൂറിസ്റ്റുകൾക്ക് പ്രവേശനമുള്ളത്. ഈ ദ്വീപുകളിലേക്കുള്ള യാത്രക്കിടയിൽ കടൽ ഗുഹകൾക്കടിയിലൂടെയുള്ള കയാക്കിങ്ങും ആഴം കുറഞ്ഞ പ്രദേശങ്ങളിൽ സ്നോർക്കലിംഗ് പോലെയുള്ള വാട്ടർ ആക്ടിവിറ്റീസും ഒക്കെ ചെയ്താണ് നമ്മൾ മുൻപോട്ട് പോവുക. വളരെ ഇടുങ്ങിയ കടൽ ഗുഹകൾക്കിടയിലൂടെ സഞ്ചരിക്കാൻ നമ്മൾ വരുന്ന യാത്രാ ബോട്ടുകൾക്ക് സാധ്യമല്ലാതെ വരുമ്പോൾ അങ്ങനെയുള്ള പ്രദേശങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ഇതുപോലെ നിരവധി കയാക്കിംഗ് ബോട്ടുകളും ചെറുവള്ളങ്ങളും ഒക്കെ ലഭ്യമാണ് ഇവിടെ. നിരവധി ഹോളിവുഡ് സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിട്ടുണ്ട് ഈ പ്രദേശം. 1975 റിലീസായ ജെയിംസ് ബോണ്ട് ചിത്രം ദ മാൻ വിത്ത് ഗോൾഡൻ ഗൺ ഷൂട്ട് ചെയ്തത് ഈ കാണുന്ന ഐലൻഡിലാണ്. ഇപ്പോൾ ഈ ഐലൻഡ് അറിയപ്പെടുന്നത് ജെയിംസ് ബോണ്ട് ഐലൻഡ് എന്നാണ്. ഈ ഒരു ചിത്രത്തിന് ശേഷമാണ് ഈ പ്രദേശം തായ്ലൻഡിന് പുറത്തേക്ക് അറിയപ്പെടാൻ തുടങ്ങിയതും കാലക്രമേണ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ വരുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറിയത്. ഈ കാണുന്ന മലനിരകളും ദ്വീപുകളും ഒക്കെ കൂടാതെ കടലിന് നടുവില് ആയിരക്കണക്കിന് മനുഷ്യർ താമസിക്കുന്ന വെനീസ് ഓഫ് തായ്ലൻഡ് എന്നറിയപ്പെടുന്ന ഒരു ഫ്ലോട്ടിംഗ് വില്ലേജും ഈ യാത്രയിൽ നമുക്ക് കാണാനാകും. ഈ ഒരു കാഴ്ചകളൊക്കെ ഔട്ട് ഓഫ് ദ വേൾഡ് എന്നൊക്കെ പറയും പോലെ വേറെ ഏതോ ഒരു ലോകത്തെത്തിയ ഫീൽ ആയിരുന്നു ഞങ്ങൾക്ക് സമ്മാനിച്ചത്. ഒരു പകൽ മുഴുവൻ നീണ്ട ഫാങ് നാ ബേ ട്രിപ്പ് തായ്ലൻഡിലെ ഞങ്ങളുടെ ഏറ്റവും മനോഹരമായ ദിവസങ്ങളിൽ ഒന്നായിരുന്നു.